പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഓരോ ദിവസവും പ്രഭാതത്തിൽ അങ്ങയുടെ ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, വചനം കേൾക്കുന്ന ഞങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനത്തിലൂടെ നയിച്ച് അങ്ങേക്ക് സാക്ഷികളായിട്ട് മാറുവാൻ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, കുടുംബത്തിൽ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് കണ്ടുമുട്ടുന്നവർക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഒരു സദ്വാർത്തയാക്കി അങ്ങ് മാറ്റണമേ. അങ്ങ് ലോകത്തിലേക്ക് വന്നത് അങ്ങയുടെ ആ ശക്തി, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഉറപ്പിക്കാനും, അങ്ങ് ജീവൻ നൽകുന്ന ദൈവമാണ്, പ്രകാശം നൽകുന്ന കർത്താവാണെന്ന് ഞങ്ങൾ അറിയാനും പ്രകാശത്തിൽ ജീവിക്കാനും അറിഞ്ഞ അങ്ങയെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവിന്റെ കൃപ ഈ ദിവസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസത്തിന്റെ 26-ാം ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവ് ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. കർത്താവ് ഈ വചനം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സുവിശേഷം പ്രഘോഷിക്കാനുള്ള പ്രേക്ഷിത ദൗത്യമാണ് ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്നത്. ഈശോ പറയുന്നത്, നിങ്ങൾ എന്താണ് കണ്ടത്, നിങ്ങൾ എന്താണ് അനുഭവിച്ചറിഞ്ഞത്, അത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കുക, സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം, നല്ല വാർത്ത, സദ്വാർത്ത. ഈ സദ്വാർത്ത കേൾക്കുന്ന ആരും തന്നെ മൗനമായിട്ടിരിക്കാറില്ല, അവരത് പങ്കുവയ്ക്കും. ഈ അനുഭവിച്ച സന്തോഷം പങ്കുവെക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. സുവിശേഷം സ്വന്തമായി സൂക്ഷിക്കാനുള്ള വാർത്തയല്ല, അത് പങ്കുവെക്കാൻ ഉള്ള ജീവൻ നൽകുന്ന വാർത്തയാണ്. അത് ഓരോ വ്യക്തികളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ആ വചനം, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അത് സജീവമാണ്, ജീവനുള്ളതാണ്, അതുപോലെ ഊർജ്ജസ്വലമാണ്, അത് ശക്തിയുള്ളതാണ്, ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പ്രിയമുള്ളവർ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷിയായിട്ട് മാറാൻ പറ്റുന്നത്? നമ്മൾ പറയും ഈശോയുടെ വചനം പ്രസംഗിക്കണം, അതല്ലെങ്കിൽ പോയി നമ്മൾ ഒരു രക്തസാക്ഷിത്വം വഹിക്കണം. ശരിക്കും രക്തസാക്ഷിത്വം തന്നെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിന് നമ്മൾ മർദ്ദന കേൾക്കണമെന്നോ കൊല്ലപ്പെടണമെന്നോ ഒന്നുമില്ല. നമ്മളായിരിക്കുന്ന സാധാരണ ജീവിത ചുറ്റുപാടുകളിൽ നമ്മൾ മനസ്സിലാക്കുക, എല്ലാവരും പ്രസംഗകരല്ല. പക്ഷെ ഓരോ ക്രൈസ്തവനും മാമോദീസായിലൂടെ ഈശോയുടെ സാക്ഷിയായിട്ട് മാറാം എന്ന ഒരു വാഗ്ദാനം, ഒരു തീരുമാനമെടുക്കുന്ന കർത്താവിനെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വേദിയിൽ കയറി പ്രസംഗിക്കാനായിട്ട് സാധിക്കില്ല. ഇനി വേദിയിൽ കയറി പ്രസംഗിച്ചാലും അത് സുവിശേഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ജീവിതമാണ് പ്രധാനപ്പെട്ടത്. ഈശോയുടെ വചനങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീവിച്ച വചനമാണ്, അവർ ജീവിച്ചു കാണിച്ചു, ആ വചനം ജീവിച്ചു കാണിച്ചു. അതാണ് ആ വചനത്തിന്റെ മൂർച്ച, ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാക്ഷിയായിട്ട് മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രതികരണത്തിലൂടെ. എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ ക്ഷമയിലൂടെയും സ്നേഹത്തിലൂടെയും, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ശക്തമായ പ്രസംഗമെന്ന് തിരുവചനം നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സാക്ഷികളായിട്ട് മാറണാകിയാൽ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അപ്പോൾ പ്രേക്ഷിത ദൗത്യമാണ് ഈ ശിഷ്യപ്പെടുത്തുന്നത്. വചനം പ്രസംഗിച്ചുകൊണ്ട് മാത്രമല്ല, അപ്പം നമ്മുടെ വെളിച്ചം മറ്റുള്ളവര്, സുവിശേഷത്തിന്റെ പ്രകാശം മറ്റുള്ളവർക്ക് നമ്മൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. വാക്കിനേക്കാൾ ശക്തമാണ് ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ സുവിശേഷം ആദ്യമായിട്ട് കേൾക്കപ്പെടുന്നത് വാക്കുകളിലൂടെയല്ല, ജീവിതത്തിലൂടെയാണ്. എങ്ങനെയാ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അറിയപ്പെടേണ്ടത്? അവന്റെ ക്ഷമയിലൂടെ, അവൻ കാണിക്കുന്ന കരുണ കാണിക്കുന്നതിലൂടെ, അതുപോലെ സത്യസന്ധമായ തീരുമാനമെടുക്കുക. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു സുവിശേഷമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ ചെയ്യാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ പോയി ഇത് പ്രസംഗിക്കാല്ല, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ യേശുവിന്റെ വചനം നിങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് വലിയ വലിയ ദൈവശാസ്ത്രം പഠിച്ചിട്ട് അതൊന്നും പറയുക എന്നുള്ളതല്ല, മറിച്ച് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഇതാണ്, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഇതാണ്, ഞാൻ എൻ്റെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു മനുഷ്യനെ ചാണകം തീറ്റിക്കുന്ന ഒരു വളരെ കഷ്ടമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒരു തരത്തിലും മതമർദ്ദനമാണ്. അന്ന് നമ്മൾ കണ്ടുവരുന്ന ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ആ മനുഷ്യൻ പിറ്റേ ദിവസം പറയാണ്,
ഞാൻ ആ മനുഷ്യരോട് ക്ഷമിച്ചിരിക്കുന്നു. ഒരു ക്രൈസ്തവന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ പ്രിയമുള്ളവരെ. ബാക്കിയുള്ളവരൊക്കെ തല കൊയ്യുന്നവരാ. അതല്ലെങ്കിൽ അതിന് പിന്നെ പല്ലിന് പകരം പല്ല് എന്ന രീതിയിൽ പഴയ നിയമത്തിന്റെ രീതിയിൽ പ്രതികരിക്കും. ഒരു ക്രിസ്ത്യാനി അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ ക്രിസ്ത്യാനി ആകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയാം, നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറണം. യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ. ഇന്ന് നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, ജീവിത മേഖലകളിൽ കണ്ടുമുട്ടുന്നവർക്ക് നിന്റെ ജീവിതം ഒരു സുവിശേഷമായിട്ട് മാറണം. അത് നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടൊന്നും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഈശോ പറയുന്നുണ്ട്, നിങ്ങള് ആ ന്യായാധിപന്മാരുടെ മുന്നിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കപ്പെടും. അപ്പൊ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും, ബോധ്യപ്പെടുത്തും. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളിൽ, ആ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ, ലോകത്തിന് വെളിച്ചമായിട്ട് മാറുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അറിഞ്ഞ ഈശോയെ, നമ്മൾ അനുഭവിച്ച സന്തോഷം ലോകത്തിന് പങ്കുവയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു ദൗത്യമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് സ്നേഹിക്കാൻ പഠിക്കുക, സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ. ഇതാണ് ക്രിസ്തീയ സുവിശേഷം. പ്രിയമുള്ളവരെ, അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന ആ സന്തോഷത്തിന്റെ സദ്വാർത്ത, അങ്ങയുടെ ആ സ്നേഹ സുവിശേഷം യഥാർത്ഥത്തിൽ അതിന് സാക്ഷികളാകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. വലിയ പ്രാസംഗികരാകുന്നതിലല്ല, ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് കരുണയോടുകൂടിയും അതുപോലെ തന്നെ ക്ഷമയോടുകൂടിയും കർത്താവെ പെരുമാറാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അവർ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.